ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും അനുഗ്രഹീതരായ ദൈവജനത്തിനും കർത്തൃനാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒരു വലിയ നേട്ടമാണ് ക്രിസ്തുവിന് ലഭിക്കുക എന്നുള്ളത്. ഏറ്റവും വലിയ നേട്ടം. ക്രിസ്തു ഇല്ലെങ്കിൽ നാം എല്ലാം വാസ്തവത്തിൽ പൂജ്യമാണ്. നമ്മുടെ നീതിപ്രവൃത്തികളും പൂജ്യമാണ്, നന്മപ്രവൃത്തികളും പൂജ്യമാണ്, നമ്മുടെ പ്രാർത്ഥനകളും പൂജ്യമാണ്, നമസ്കാരങ്ങളും പൂജ്യമാണ്, നമ്മുടെ ആരാധനകൾ പൂജ്യമാണ്, എല്ലാം പൂജ്യമാണ്. പക്ഷേ യേശുക്രിസ്തു എന്ന ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഓരോ പൂജ്യത്തിനും വിലയുണ്ട്. പൂജ്യം സാധാരണ ഇതിൽ പൂജ്യത്തിന് വിലയില്ലല്ലോ, പക്ഷേ പൂജ്യത്തിന് വിലയുണ്ടാകും. ഒന്ന് ആദ്യം വരണം. യേശുക്രിസ്തു ജീവിതത്തിൽ ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ 0 10 ഒരു പൂജ്യം കൂടി ഇടുമ്പോൾ 100 ഒരു പൂജ്യം കൂടി ഇടുമ്പോൾ 1000, ഇങ്ങനെ കൂടിക്കൂടി വരും. എന്തുകൊണ്ട്? ആ ഒന്ന് ആദ്യം വരുന്നു എന്നുള്ളത് കൊണ്ട്. ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ജീവിതം ശോഭനമാണ്. നീറിപ്പുകയുന്ന മനസ്സുമായിട്ടാണ് നാം പലരും ജീവിക്കുന്നത്. പലരും നിരന്തരമുള്ള യാതനകളും വേദനകളും കൊടിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാമായി നമ്മിൽ പലരും അഴന്ന് വലഞ്ഞൊലഞ്ഞാണ് കഴിഞ്ഞു കൂടുന്നത്. സംശയമില്ല. ഓരോരുത്തരുടെയും ഉള്ളിൽ തീയാണെന്ന് വേണമെങ്കിൽ പറയാം. തീ എന്ന ദുഃഖം തന്നെ. ഓരോ പ്രശ്നങ്ങളായിരിക്കാം. എവിടെയുണ്ട് സമാധാനം ചോദിച്ചാൽ എങ്ങും കിട്ടാനില്ല സമാധാനം. സമാധാനം മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എങ്ങും കിട്ടാനില്ല. ഏതോ ഒരു മഹാൻ പറഞ്ഞു, എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് വോൾക്കാനോ. ഓരോ മനുഷ്യനും ഒരു അഗ്നിപർവ്വതമാണ്, പക്ഷേ ആ അഗ്നിപർവ്വതം നടന്നുകൊണ്ടിരിക്കുന്നു. വാക്കിംഗ് വോൾക്കാനോ. എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് വോൾക്കാനോ. ഓരോരുത്തരും അഗ്നിപർവ്വതമാണ്, പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അകത്ത് തിളച്ചു മറിയുകയാണ് ലാവ. ലോഹങ്ങൾ, ധാതുക്കളെല്ലാം അകത്ത് മലയുടെ പർവ്വതത്തിൻ്റെ അകത്തുള്ളിൽ ജ്വലിച്ച് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു അവസരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ബലക്ഷയമുള്ള ഭാഗം ഉണ്ടെങ്കിൽ അവിടെ പൊട്ടിച്ചുകൊണ്ട് ആ ലാവ പുറത്തേക്ക് ചാടും. അതിങ്ങനെ വലിയ നദി പോലെ ഒഴുകാൻ തുടങ്ങും. അത് തീ വെള്ളമാണ്. തീയുടെ ധാതുക്കളും ലവണങ്ങളും ലോഹങ്ങളും എല്ലാം ഉരുകി തിളച്ചു മറിയുന്ന ലാവ നാട് മുടിക്കും. അങ്ങനെയുണ്ട് അഗ്നിപർവ്വതങ്ങൾ. എന്നാൽ നമ്മുടെ പലരുടെയും ജീവിതം ഒരു അഗ്നിപർവ്വതം പോലെയാണ്. അകത്ത് തീയാണ്, അകത്ത് ദുഃഖമാണ്, അകത്ത് യാതനയാണ്, അകത്ത് താങ്ങാനാവാത്ത ദുരിതമാണ്. ഇങ്ങനെയുള്ള ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ നമുക്ക് ആശ്വസിക്കാൻ എവിടെയുണ്ടൊരിടം? ഒരേയിടത്ത് മാത്രം, യേശുക്രിസ്തുവിൽ മാത്രം. ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിച്ച് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ അപ്പോൾ വലിയൊരാശ്വാസം നമുക്ക് ലഭിക്കും. നാം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സന്തോഷം നമുക്ക് ലഭിക്കും. ജീവിതത്തിൽ സമാധാനമില്ലാതെ അടന്നു പോകുന്ന ഏത് മനുഷ്യനും യേശുക്രിസ്തു അകത്ത് വരുമ്പോൾ സമാധാനം കിട്ടും. നിങ്ങൾ ഇന്ന് ഈ വാക്കുകൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, എനിക്ക് ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. എനിക്ക് ശാന്തതയും സമാധാനമുള്ള ഒരു ജീവിതം തരണം. മതി. ശാന്തതയും സമാധാനമുള്ളൊരു ജീവിതം തരണം. അലങ്കോലങ്ങളില്ലാത്തൊരു ജീവിതം തരണം. അലോസരങ്ങളില്ലാത്തൊരു ജീവിതം തരണം. സമാധാനമുള്ളൊരു ജീവിതം തരണം. സമാധാനം. യേശുക്രിസ്തു ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപ് കർത്താവ് തൻ്റെ 11 ശിഷ്യന്മാരെ കൂട്ടിയിരുത്തിക്കൊണ്ട് പറഞ്ഞ പ്രസംഗമാണ് യോഹന്നാൻ്റെ ശേഷം 14, 15, 16 അധ്യായങ്ങൾ. ആ 3 അധ്യായങ്ങളിലാണ് കർത്താവിൻ്റെ ഒടുവിലത്തെ പ്രസംഗം. 11 പേരെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ശിഷ്യന്മാർ 11. ഇസ്കറിയോത്ത യൂദാ പോയി കഴിഞ്ഞല്ലോ. അന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നവരെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കർത്താവ് ആദ്യം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയരുത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം ട്രബിൾഡ് ആകരുത്, ഹൃദയം കലങ്ങിപ്പോകരുത്. ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നതാണെന്ന് അറിയാമോ? 16:31. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നോക്കൂ, എന്തൊരാശ്വാസം. ആ പ്രസംഗം അത് മുഴുവൻ നിങ്ങൾ മനസ്സിരുത്തി വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾ ഏതാണ്ടെന്ന് ആശ്വാസം പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റും. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക്
ആ ഒരു ശാശ്വത ശാന്തി, ശാശ്വത സമാധാനം കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ വചനം കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. അനേകം പേർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്, അനേകർക്ക് സമാധാനം കിട്ടുന്നുണ്ട്. അനേകം വഴിതെറ്റിപ്പോയി യുവാക്കൾ നേരെ വഴിയിലേക്ക് തിരിയുന്നുണ്ട്. വാടകക്കൊലയ്ക്ക് നടന്നവർ തിരിയുന്നുണ്ട്, കൂലിത്തിൽ നടന്നവർ തിരിയുന്നുണ്ട്, മോഷണത്തിന് നടന്നവർ തിരിയുന്നുണ്ട്, കവർച്ചയ്ക്ക് പോയവർ തിരിയുന്നുണ്ട്, വീട് കലക്കി നശിപ്പിച്ചുകൊണ്ടിരുന്നവർ തിരിയുന്നുണ്ട്. വീട്ടിൽ മോൻ വരുന്ന സമയം എപ്പോഴാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അമ്മയപ്പനും നേരത്തെ സന്ധ്യയാകുന്നതിന് മുമ്പ് അത്താഴം കഴിച്ച് അവർ കിടക്കാൻ പോകും. കാരണം മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുകയില്ല. വലിയ ബഹളമാണ്, ഒച്ചപ്പാടാണ്. മദ്യപിച്ച് കഞ്ചാവ് അടിച്ച് ലക്കില്ലാതെ സുബോധമില്ലാതെ പയ്യൻ കയറി വരുന്നു. വാതിൽ അടയ്ക്കില്ല. വാതിൽ അടച്ചാൽ അവൻ പൊളിച്ചു കളയും. അതുകൊണ്ട് വാതിലടയ്ക്കില്ല. നോക്കൂ, എന്തൊരു ദയനീയമായ സ്ഥിതി. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ എല്ലാം താറുമാറായ ഒരു സമൂഹത്തിൽ, എല്ലാം വഴിതെറ്റിപ്പോയൊരു സമൂഹത്തിൽ സമാധാനത്തിനൊരു പോംവഴിയുണ്ട്. അത് ക്രിസ്തുവാണ്. ക്രിസ്തു ഇന്ന് ദൈവകൃപ ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തു കടന്നു വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പുതുമനുഷ്യനായിത്തീരും. സമാധാനം ലഭിക്കും, ശാന്തി ലഭിക്കും, ജീവിതത്തിൻ്റെ അർത്ഥമുണ്ടാകും. എന്തിനാണ് ജീവിക്കുന്നത് ആർക്കറിയാം? ഞാൻ കോളേജിലുണ്ടായിരുന്നപ്പോഴൊരു ചെറുപ്പക്കാരനെ വിളിച്ചു. അവൻ കുറച്ച് വേണ്ടാതിനൊക്കെ കാണിച്ചതുകൊണ്ടാണ് വിളിച്ചത്. ഞാൻ അവനെ വളരെ സ്നേഹത്തോടെ ചോദിച്ചു, മോനെ നിനക്കെന്താ പ്രശ്നം? ഇങ്ങനെ വേണ്ടാതിനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സാറേ, എനിക്ക് ആരുമില്ല. അപ്പം നിൻ്റെ അപ്പനും അമ്മയും വേറൊരു കഴിയുക. അമ്മ അപ്പൻ്റെ കൂടെയല്ല, അമ്മ വേറെ എടുത്താണ്, അപ്പൻ വേറെ എടുത്താണ്. അത് നമ്മൾ സ്നേഹമല്ലേ? ഇല്ല സാറേ, സ്നേഹമൊന്നുമില്ല. ഞാൻ ജനിച്ചതിന് ശേഷം സ്നേഹം കണ്ടിട്ടില്ല. അപ്പനും അമ്മയും വേർതിരിഞ്ഞ് ജീവിക്കുകയാണ്. നീ ആരുടെ കൂടെയാണ്? ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ്. നിനക്ക് എന്താ ഈ നിരാശ വരാൻ കാരണം? അപ്പനും അമ്മയും പിരിഞ്ഞിരിക്കുന്നു, എനിക്കൊരു ഭാവിയില്ല, എനിക്ക് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല, ജോലിക്ക് ഞാൻ ശ്രമിക്കുന്നുമില്ല, ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുക, അത്ര തന്നെ. ഞാൻ പറഞ്ഞു, മോനെ, നിനക്ക് അങ്ങനെ തോന്നുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞേ, നിൻ്റെ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നു, അമ്മ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നു. പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അവൻ പെട്ടെന്ന് കണ്ണു വിടർത്തി, അവൻ തല താഴ്ത്തി തലപൊക്കി. അവന് മനസ്സിലായില്ല എന്താ ഞാൻ പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞു, മോനെ, നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു നിനക്ക് സമാധാനം തരും. ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ ഈ വഴിപിഴച്ച നടപ്പുകളിൽ നിന്നെ മോചിപ്പിച്ച് സമാധാന സമ്പൂർണമായ ഒരു നല്ല ഭാവിയിലേക്ക് നിന്നെ നയിക്കാൻ ക്രിസ്തുവിന് സാധിക്കും. നീ ക്രിസ്തുവിനെ വിശ്വസിക്കുക, ക്രിസ്തുവിനെ കൈക്കൊള്ളുക, ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. സമാധാനമില്ലാതെ മനുഷ്യൻ അഴലുന്നു, സന്തോഷമില്ലാതെ കഴിയുന്നു, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ കഴിയുന്നു. ഒരു ലാക്കില്ല ജീവിതത്തിൽ. എന്തിനു വേണ്ടി ജീവിക്കണം? ആർക്ക് വേണ്ടി ജീവിക്കണം? ജനിച്ചു മരിക്കുന്നവർ ജീവിക്കണം, ഇരുണ്ടും വെളുത്തും അങ്ങനെ പോകണം. എന്തിനു വേണ്ടി ജീവിക്കുന്നു? ആർക്ക് വേണ്ടി? ഇല്ല, ലക്ഷ്യമില്ല. ലക്ഷ്യബോധമില്ലാതെ ഡിപ്രസ്ഡായിട്ട് നിരാശനായി പോകുന്ന മനുഷ്യന് ലക്ഷ്യം തരുന്ന കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ലഭിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട, യേശു എൻ്റെ ഉള്ളത്തിൽ വന്നു എന്നുള്ള ഒരു ഉറപ്പെനിക്ക് തന്നാൽ മാത്രം മതി. എൻ്റെ നീറിപ്പോകുന്ന ഹൃദയത്തിന് ആശ്വാസം തരുവാൻ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു എന്നുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. നമുക്ക് തിരുവചനം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഏത് പുസ്തകത്തിൽ? ഒടുവിലത്തെ പുസ്തകം എടുക്കാം. ഒടുവിലത്തെ അധ്യായം, വെളിപ്പാട് 22-ാം അധ്യായം, ഒടുവിലത്തെ വാക്യം വായിക്കാം. 20ഉം 21 വാക്യങ്ങൾ. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ലാസ്റ്റ് വേർഡ്സ് ഓഫ് ജീസസ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അവസാനത്തെ വാക്കുകൾ വേദപുസ്തകത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. 1, അതൊരു പ്രോമിസാണ്. 2, അതൊരു പ്രയർ, അതൊരു പ്രാർത്ഥനയാണ്. 3, അതൊരു പ്രൊവിഷനാണ്. എന്താണ്? നമുക്ക് തിരിഞ്ഞു നോക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അത് ഒരു പ്രോമിസാണ്, അതൊരു വാഗ്ദത്തമാണ്. കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. 2, കർത്താവായ യേശുവേ വേഗം വരേണമേ. അത് ഒരു പ്രയറാണ്, പ്രാർത്ഥനയാണ്. 3, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. അതൊരു പ്രൊവിഷനാണ്. P കൊണ്ട് ആരംഭിക്കുന്ന 3 വാക്കുകൾ ഓർക്കാൻ പറ്റും, എളുപ്പമുണ്ട്. 1 പ്രോമിസ്, 2 പ്രയർ, 3 പ്രൊവിഷൻ. ദൈവത്തിന് സ്തോത്രം.
വളരെ ലളിതമായ കാര്യങ്ങളാണ്. വലിയ ജ്ഞാനമൊന്നും വേണ്ട അത് മനസ്സിലാക്കാൻ. നിത്യനായ ദൈവം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. ഈ വേദപുസ്തകം തുടങ്ങുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ കാണും ദൈവം ഭൂമിയെ ശപിക്കുന്നതായിട്ട്. ശാപം, പാപം ചെയ്ത് മനുഷ്യൻ ശപിക്കുന്നു, ഭൂമിയെ ശപിക്കുന്നു, സാത്താൻ ശപിക്കുന്നു, ദൈവം ശപിക്കുന്നു. ശാപം ഉൽപ്പത്തി പുസ്തകത്തിൽ. ഒടുവിലത്തെ പുസ്തകത്തിൽ ഈ വെളിപ്പാട് പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ വരുമ്പോഴേക്കും ദൈവം അനുഗ്രഹിക്കുന്നു. 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കാം, യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. അനുഗ്രഹം. ശാപം മാറുന്നു. 1-ാമത്തെ പുസ്തകത്തിൽ ശാപത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഒടുവിലത്തെ പുസ്തകത്തിൽ ശാപം മാറുമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം പറയുന്നു ശാപമുണ്ട്, ശാപകരമായ പലത് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതെല്ലാം മാറ്റി തരുന്നു. ശാപം മാറുന്നു. ഒടുവിലത്തെ പുസ്തകത്തിൽ ശാപം മാറുന്നു. ഇനി ശാപം ഉണ്ടാകുകയില്ല. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ഇതാ ഞാൻ വേഗം വരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ വാഗ്ദത്തം. ശാപം മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം സംഹാര ശബ്ദം എന്ന് കാണുന്നു. അവസാന വാക്യം. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന്. ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ഭയങ്കരമായ സംഹാരം വരുന്നെന്ന് പഴയ നിയമത്തിൻ്റെ അവസാനത്തെ വാക്യം പറയുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ അവസാനത്തെ വാക്യം അനുഗ്രഹം തരുമെന്ന് പറയുന്നു. എന്തിനാണ് ഞാൻ ഈ വാക്യം വായിച്ചത്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലതരത്തിലുള്ളതായ ശാപങ്ങൾ നിങ്ങൾക്കുണ്ടാകും, പലതരത്തിലുള്ളതായ ബാധകളുണ്ടാകും, പലതരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. ഭൂതഗ്രസ്തനായ മനുഷ്യനെ പോലെ, ഭൂതബാധ ബാധിച്ചതുപോലുള്ള മനുഷ്യരുണ്ട്, സുബോധമില്ലാത്തതുപോലെ പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട്, മാതാപിതാക്കളെ മാനിക്കാത്ത മനുഷ്യരുണ്ട്, അധ്യാപകരെ മാനിക്കാത്ത മനുഷ്യരുണ്ട്. എന്തെല്ലാം ശാപങ്ങളാണ് വന്നു കൂടുന്നത്, എന്തെല്ലാം ബാധകളാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. നമുക്ക് ഒഴിവാക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഒഴിവാക്കാൻ പാടില്ലാത്ത തരത്തിലുള്ളതായ ചില വലിയ വലിയ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വലിയ വലിയ കെട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ബന്ധനങ്ങൾ, ചില ബാധകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എത്ര പരിശ്രമിച്ചാലും കരയേറ്റം കിട്ടാതെ തന്നെ ഇത് വലയുന്നു. കരയേറ്റം കിട്ടുന്നില്ല. കാരണം ഈ അധ്വാനിക്കാത്തതുകൊണ്ടല്ല, പക്ഷെ എന്തുകൊണ്ടോ ഒരു കരയേറ്റം കിട്ടുന്നില്ല. ജീവിതം ഒന്ന് സന്തോഷമായി പോകാൻ സാധിക്കുന്നില്ല. എവിടെയോ ചില പിശകുകൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അനേകരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇതാണ്. എവിടെയോ ചില പിശകുകളുണ്ട്, അറിയാൻ പാടില്ല. ഒരു പൂർവികന്മാരുടെ കാലത്ത് ഒരു തലമുറക്കാലം നല്ല ആഠ്യത്വമുള്ള തറവാടായിരുന്നു, നല്ല സാമ്പത്തിക സൗകര്യമുള്ള തറവാടായിരുന്നു. എന്നാൽ അടുത്ത തലമുറയായപ്പോഴേക്കും കുറച്ച് കുറഞ്ഞു, സമ്പത്തൊക്കെ കുറഞ്ഞു. പണ്ട് ജന്മികളായിരുന്ന ആളുകൾ വളരെ കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേതാണ്ട് കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ള മാർഗ്ഗമേ ഉള്ളൂ. ഒരാൾ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, സാറേ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ അപ്പൻ്റെ കാലത്ത് ഞങ്ങൾ നാട്ടിൽ ജന്മിമാരായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, ജന്മിമാരായിരുന്നു. ഒട്ടേറെ ഭൂമി ഉണ്ടായിരുന്നു, ഒട്ടേറെ നിലമ്പുരിടങ്ങളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ നെൽകൃഷി ഉണ്ടായിരുന്നു, 4 ഏക്കറുകളുടെ കൃഷി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് വേലക്കാർ, സ്വന്തം വേലക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞു അപ്പൻ്റെ കാലമായപ്പോഴേക്കും കുറേ അധികം നഷ്ടപ്പെട്ടു. എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, നഷ്ടപ്പെട്ടു. ഇപ്പോഴേ എൻ്റെ കാലമായപ്പോൾ ജീവിച്ചു പോകാം എന്നേ ഉള്ളൂ. വലിയ ക്ഷയം, വലിയ അധപ്പതനം സംഭവിച്ചു. എന്താണെന്ന് അറിയാൻ പാടില്ല. സാർ ഇതിനെന്താ പോകാൻ വഴി? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന് മേൽ എന്തോ ശാപം വന്നിട്ടുണ്ട്, അതാണ് കാരണം. സാറേ ഞാൻ ചിന്തിച്ചിട്ടൊന്നും കാണുന്നില്ലല്ലോ, എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. ശരി, നിങ്ങളുടെ ഓർമ്മയിലില്ല, നിങ്ങളുടെ പൂർവികന്മാരുടെ കാലത്ത് എന്തെങ്കിലും സംഭവിച്ചാലും അറിയാമോ? അദ്ദേഹം പറഞ്ഞു, സാറേ എൻ്റെ അപ്പൻ്റെ കാലത്ത്, അന്ന് കൊല്ലും കലിയുള്ള കാലമാണല്ലോ, ആരും ചോദിക്കാനൊന്നും ഇല്ലല്ലോ, എത്രയോ വർഷം മുമ്പാണ്. എൻ്റെ അപ്പൻ്റെ കാലത്ത് അപ്പൻ വലിയ കോപിഷ്ഠനായിരുന്നു. വാഴത്തോപ്പിൽ പണിതെടുത്തുകൊണ്ടിരുന്ന വേലക്കാർ, അവരിൽ ഒരു ചെറുപ്പക്കാരൻ എന്തോ ഒരു ധിക്കാരം പറഞ്ഞു. അപ്പൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൻ അവൻ്റെ കരണത്തേക്ക് അടിച്ചു. അവൻ തലകറങ്ങി വീണു. നോക്കിയപ്പോൾ മരിച്ചു പോയിരുന്നു. മരിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല, പക്ഷേ ആ അപ്പൻ്റെ ക്ഷിപ്രകോപം കൊണ്ട് അവനെ അടിച്ചു, അവൻ വീണു. അവനെ അവിടെ വാഴത്തോപ്പിൽ തന്നെ അവിടെ ഒരു കുഴിച്ചിട്ടു. ആരും ചോദിക്കാനൊന്നുമില്ല. അന്നങ്ങനെ ആയിരുന്നല്ലോ, ആരാ ചോദിക്കാൻ, പാവപ്പെട്ടവരുടെ കാര്യം ചോദിക്കാൻ ആരാ ഉള്ളത്? കേസൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് വലിയൊരു ശാപമായി പോയില്ലേ? അദ്ദേഹം പറഞ്ഞു, സാറേ അത് എൻ്റെ അപ്പൻ്റെ കാലത്തല്ലേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. കർത്താവിൻ്റെ വചനം ഞാൻ പറഞ്ഞു കൊടുത്തു. പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ആ വാക്യം കാണിച്ചു കൊടുത്തു. പുറപ്പാട് 20:5 ഒന്ന് വായിച്ച്. പിതാക്കന്മാരുടെ അകൃത്യം, പൂർവികന്മാരുടെ അകൃത്യം
മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. അദ്ദേഹത്തിനോട് പറഞ്ഞത്, സാറേ കാര്യം കഷ്ടിച്ച് ജീവിക്കാൻ വർഗമുണ്ട്, എന്നും കടമാണ്, എന്നും കടം, കാര്യങ്ങൾ നടക്കണമെങ്കിൽ കടമാണ്, വീടെല്ലാം പഴയതായി, അതൊന്നും നന്നാക്കാൻ സാധിക്കുന്നില്ല, നേരെയാക്കാൻ പറ്റുന്നില്ല, എന്നും പൈസയ്ക്ക് ഞെരുക്കം പൈസ. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കൾ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുതന്നെയാണ് പുറപ്പാട് 34:7 കാണുന്നത്, സംഖ്യാപുസ്തകം 14:17 കാണുന്നത്. പുറപ്പാട് 34:7. 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ കുറ്റക്കാരനെ വെറുതെ വിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 14:17, ആവർത്തനം 5:9. യഹോവ ദീർഘക്ഷമയും മഹാദയമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. ശാപങ്ങൾ വരികയാണ്, ശാപം പിന്തുടരുകയാണ്, ബാധകൾ വരികയാണ്, ബന്ധനങ്ങൾ വരികയാണ്, കെടുതികൾ വരികയാണ്, നീക്കമൊക്കില്ലാത്ത അനർത്ഥങ്ങൾ സംഭവിക്കുകയാണ്, ഒരു കരയേറ്റം കിട്ടാതെ വലയുകയാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, വഴിപാടുകൾ കഴിക്കുന്നുണ്ട്, പെരുന്നാളുകൾ സംബന്ധിക്കുന്നുണ്ട്, പെരുന്നാൾ ഏറ്റു കഴിക്കുന്നുണ്ട്, പലതരത്തിലുള്ളതായി വഴിപാട് കഴിക്കുന്നുണ്ട്, പള്ളി ചുറ്റും ഉരുണ്ടനാശ കഴിക്കുന്നുണ്ട്, ശനിയാഴ്ച കുർബാന ചൊല്ലിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിലൊരു കരയേറ്റം കിട്ടുന്നില്ല. ആവർത്തനം 5:9 വായിക്കാം. ആവർത്തനം 5:9. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. വീണ്ടും യിരെമ്യാ 32:18. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുന്നു. നോക്കൂ, വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു, അനേകർക്ക് സ്വസ്ഥതയില്ലാതെ വലയുന്നു, ഒരു കരയേറ്റം കിട്ടാതെ വിഷമിക്കുന്നു, മുന്നോട്ട് ഗതിയില്ലാതിരിക്കുന്നു, കടം വന്ന് മൂടുന്നു, കുടുംബമാതയെ മുടിയുന്നു, മക്കൾ നേർവഴിയിട്ട് തെറ്റിപ്പോകുന്നു, മക്കൾ ആത്മീയമായ വഴികളിൽ നിന്ന് പോകുന്നതിൽ മാത്രമല്ല വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നശിക്കുന്നു, അനേകരെ മയക്കുമരുന്നിൻ്റെ അടിമകളായിത്തീരുന്നു. നല്ലപോലെ പഠിക്കുന്ന ചെറുപ്പക്കാർ പഠിച്ച് മിടുക്കന്മാരായി വരികയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുന്നു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല, പഠിക്കാൻ പോകുന്നില്ല, കോളേജിൽ പോകുന്നില്ല, മുറിയിൽ തന്നെ ഇരിക്കും. ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകും, കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നുകൊണ്ടേ ഇരിക്കും. എന്തിനായിരിക്കും മോനെ ചോദിച്ചാൽ ദേഷ്യം വരും. മോനെ കഴിക്കാൻ വരിക, വിളിച്ചാൽ വരില്ല, ദേഷ്യം. കുടുംബങ്ങൾ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ശാപങ്ങളുണ്ട്. എന്നാൽ വേദപുസ്തകം തരുന്ന സന്ദേശം എന്താണ്? അനുഗ്രഹം തരാമെന്നാണ്. അനുഗ്രഹം തരാമെന്നുള്ള വാഗ്ദത്തമാണ്. അനുഗ്രഹം തരാം. കർത്താവിന് സ്തോത്രം. നാം വിനയപൂർവ്വം കൈ നീട്ടി വാങ്ങിയാൽ മതി. അനുഗ്രഹങ്ങൾ കൈനീട്ടി വാങ്ങുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമുഹൂർത്തപ്പെടട്ടെ. ഞാൻ 1 വയസ്സിൽ അപ്പൻ മരിച്ചുപോയി. അങ്ങനെ അനാഥനായി തീർന്ന ഒരു ശിശുവായിരുന്നു ഞാനെന്ന്. 1 വയസ്സിൽ അപ്പൻ മരിച്ചു, അനാഥനായിപ്പോയി. എൻ്റെ അമ്മ 30 വയസ്സിൽ വിധവയായി. ഞാൻ ജീവിച്ചത്, ഞാൻ കണ്ടതെല്ലാം അമ്മയുടെ കണ്ണുനീരാണ്. അമ്മയുടെ കണ്ണീരിൻ്റെ ഒപ്പമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എന്നെ വളർത്താൻ വേണ്ടി മാത്രം അമ്മ ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് സങ്കടത്തോടെ ഓർക്കുന്നു. എന്തോ ഒരു ദുരിതം പിടിച്ച കാലങ്ങളായിരുന്നു, എന്തോ യാതന പറ്റിയ കാലങ്ങളായിരുന്നു, എന്തൊരു വേദനാകരമായ അനുഭവങ്ങളായിരുന്നു. അന്ന് പാടത്ത് നെൽകൃഷിയുണ്ട്, അതുകൊണ്ട് ജീവിക്കാൻ വിഷമില്ല. പക്ഷേ പൈസയില്ല, പൈസയ്ക്കുള്ള വരുമാനമില്ല. ആകെ പറമ്പിൽ കുറേ കുരുമുളകുണ്ട്, പിന്നെ കുറേ കശുമാവുണ്ട്, അതിൻ്റെ വരുമാനമേ ഉള്ളൂ. അത് ആണ്ടോണ്ട് ഉള്ള കടങ്ങളൊക്കെ തീരും. അത് കഴിഞ്ഞ് പിന്നെയും കടം മേടിക്കും. ഇങ്ങനെ കടം മേടിച്ചും കടം തീർത്തും അങ്ങനെ ജീവിതം വളരെ ദുഷ്കരമായി പോവുകയായിരുന്നു, വിഷമിച്ച് പോവുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മ എന്നും കരയും. നമ്മുടെ വീട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് കരയും. വീട്ടിൽ മിണ്ടാട്ടമില്ല. ഞാനും അമ്മയും പെങ്ങളും മാത്രം. 3 പേര് മുഖത്തോട് നോക്കിയിരിക്കുകയല്ലാതെ വേറെ മിണ്ടാട്ടമില്ല. എന്തെങ്കിലും ശബ്ദം കേൾക്കണമെങ്കിൽ വീട്ടിൽ വേലക്കാർ വരുമ്പോൾ മാത്രം. വേലക്കാർ, ഈ പാടത്ത് പണിക്കുള്ള വേലക്കാരൊക്കെ വരുമ്പോൾ ശബ്ദമുണ്ട്, അതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഉറങ്ങിപ്പോയി വീട്.
മ്ലാനമായി പോയി വീട്. അപ്പന് കുറച്ച് കടമുണ്ടായിരുന്നു, അതുകൊണ്ട് കുറേ ഭൂമി, പാടത്തെ ഭൂമിയെല്ലാം കുറേ വിൽക്കേണ്ടി വന്നു. അപ്പന് കിട്ടാൻ കുറേ കിട്ടേണ്ടതുണ്ടായിരുന്നു. അപ്പന് ബിസിനസ് ഉണ്ടായിരുന്നുകൊണ്ട് രൂപ കിട്ടാനുണ്ടായിരുന്നു. പക്ഷേ ആ രൂപ ആരും അപ്പം മരിച്ചപ്പോൾ ഇനി ആരും തരാൻ തയ്യാറായില്ല. അങ്ങനെ വശം കെട്ടുപോയ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഈ സമാധാനത്തെക്കുറിച്ച് പറയുന്നത്. സമാധാനത്തെക്കുറിച്ച് പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, എനിക്ക് സമാധാനം തന്ന യേശുക്രിസ്തു ഉണ്ട്. 17 വയസ്സ് വരെ ഞാൻ അസ്വസ്ഥനായി ജീവിച്ചു, തീരെ നിരാശനായി ജീവിച്ചു. എന്തിനു ജീവിക്കുന്ന പോലും അറിയാതെ ഞാൻ ജീവിച്ചു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം മുടങ്ങിപ്പോയി, തീർന്നു. പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല, അതും നിരാശയ്ക്ക് കാരണമായി. എല്ലാ വിധത്തിലും തകർന്നു പോയി, ജീവിതം മുരടിച്ചു പോയി, കൂമ്പടഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ 17ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഇടവ പള്ളിയിൽ, വലമ്പൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. പള്ളിയകത്ത് ഒരു സുവിശേഷം വന്നു, അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ലെങ്കിലും ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി. അന്ന് ഞാൻ അവിടെ വെച്ചൊരു വാക്ക് പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഞാൻ പള്ളിയിലേക്ക് പോയതുപോലല്ല ഞാൻ തിരിച്ചു പോകുന്നത്. എൻ്റെ നിരാശയെല്ലാം മാറി, എൻ്റെ ഭാരങ്ങളെല്ലാം മാറി. എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് ഒരപ്പനുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ഒരു ഉടമസ്ഥനുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് വേണ്ടി കരുതാനൊരു ദൈവമുണ്ടെന്ന് മനസ്സിലായി. യേശുക്രിസ്തു ജീവിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. യേശുക്രിസ്തു ഈ നിസ്സാര മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നത് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യോഗം കഴിഞ്ഞു, വീട്ടിലെത്തി. അമ്മ വീട് പൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അമ്മ വീട് തുറന്നു, ഞങ്ങളകത്ത് വന്നു. അത്താഴമെല്ലാം കഴിഞ്ഞു, എല്ലാവരും, അമ്മയും കിടന്നു, പെങ്ങളും കിടന്നു, ഞാനും കിടന്നു. പക്ഷേ ഞാൻ എഴുന്നേറ്റിരുന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. നിരാശ പൂണ്ട ജീവിതം, കൈപ്പേറിയ ജീവിതം, കരഞ്ഞു തകർന്ന ജീവിതം, വലഞ്ഞു പോയ ജീവിതം. ഞാൻ വീണ്ടും പറഞ്ഞു, കർത്താവേ, ഈ നിരാശ പറ്റിയ ജീവിതം ഇതാ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക നിൻ്റെ കൈകളിലേക്ക് ഞാനിതാ തരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക നിൻ്റെ കയ്യിലേക്ക് ഈ ജീവിതം ഞാൻ വെച്ച് തരുന്നു. നീ എന്നെ എടുത്തുകൊള്ളുക, ഇഷ്ടം പോലെ നീ ഉപയോഗിച്ചു കൊള്ളുക, ഇഷ്ടം പോലെ. എൻ്റെ ഇഷ്ടമല്ല യേശുവേ, നിൻ്റെ ഇഷ്ടം. അന്ന് ജീവിതം വഴിമാറുകയായിരുന്നു. ജീവിതം സമാധാനത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് നടന്നതെല്ലാം അത്ഭുതങ്ങളായിരുന്നു, മഹാത്ഭുതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മുഹൂർത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, കുടുംബത്തെ അനുഗ്രഹിച്ചു, അമ്മയെ അനുഗ്രഹിച്ചു, എൻ്റെ പെങ്ങളെ അനുഗ്രഹിച്ചു, എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് ഞാൻ വിവാഹം കഴിച്ചപ്പോൾ ആലീസിനെ അനുഗ്രഹിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. എല്ലാ വിധത്തിലും അനുഗ്രഹം തന്നെ, എല്ലാ അനുഗ്രഹം. സ്നേഹിതരെ, നിങ്ങളാരെങ്കിലും ശാപഗ്രസ്തരായിരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കർത്താവ് ഒരു വാഗ്ദാനം തരുന്നു, നിൻ്റെ പ്രയാസങ്ങൾ മാറും, നിൻ്റെ പ്രശ്നങ്ങൾ മാറും. ചുമ്മാ വെറുതെ ഒരു ആശ്വാസവാക്ക് പറയുകയല്ല, വെറുതെ ഒരു സമാധാന വാക്ക് പറയുകയല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മോനെ, നിൻ്റെ പ്രശ്നങ്ങൾ മാറും, മോളെ, നിൻ്റെ യാതനകൾ മാറും, നിൻ്റെ കണ്ണുനീര് തോരും, നിൻ്റെ ദുരന്തങ്ങൾക്ക് അറുതി വരും. സംശയിക്കേണ്ട, ഭാരപ്പെടേണ്ട. നീ ക്രൂശിലേക്ക് നോക്കുക. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ക്രൂശിലേക്ക് നോക്കിക്കൊള്ളൂ. അവിടെ പിടഞ്ഞു മരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുകൊള്ളൂ. അവിടെ യാതനയേറ്റ് പിടയുന്ന ക്രിസ്തുവിനെ കാണുക. ചങ്കിൽ കുന്തം കൊണ്ട് കുത്തേറ്റ് തിരുമാറിൽ നിന്ന് തിരുരക്തം വാർന്നൊഴുകുന്ന ക്രിസ്തുവിനെ കണ്ടുകൊള്ളുക. നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ കണ്ടുകൊള്ളുക. മോനെ, നിനക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ക്രിസ്തു അന്ന് 2000 കൊല്ലം മുമ്പ് ക്രൂശിൽ മരിച്ചത് എൻ്റെ ഇപ്പോഴത്തെ പാവം മാറ്റാനെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് നീ പറയുമായിരിക്കും. മോനെ, നിനക്ക് മനസ്സിലായില്ല, വേണ്ട, സാരമില്ല. നിനക്ക് മനസ്സിലായില്ലെങ്കിലും നീ ഇങ്ങനെ പറയൂ, യാന്ത്രികമായി പറയൂ, മെക്കാനിക്കലായിട്ട് പറയൂ. നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കാകെ ഒരു കാര്യം മാത്രം അറിയാം, ഞാനൊരു പാപിയാണ്. പാവത്തിൻ്റെ പ്രവൃത്തി വരാത്തപ്പോൾ ഞാനൊരു പാപിയാണ്. പാവത്തിൻ്റെ വാക്ക് വരാത്തപ്പോൾ ഞാൻ പാപിയാണ്. പാവത്തിൻ്റെ ചിന്തകൾ വരാത്തപ്പോൾ ഞാൻ പാപിയാണ്. കർത്താവേ, ഞാൻ പാപത്തിൽ പിറന്നവനാണ്. അകൃത്യത്തിൽ ഞാൻ ഉരുവായി. എൻ്റെ അകൃത്യത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഗർഭം ധരിക്കുമ്പോൾ മുതലേ എൻ്റെ ജീവിതത്തിൻ്റെ രക്തത്തിൽ പാപമയമായ സ്വഭാവമുണ്ട്. എൻ്റെ കർത്താവേ, ഞാൻ നേടിയെടുത്ത പാപങ്ങൾ പിന്നെയുമുണ്ട്. ജന്മനായുള്ള പാപങ്ങളുണ്ട്, ഞാൻ ചെയ്ത പ്രവൃത്തികൾ മൂലമുള്ള പാപങ്ങളുണ്ട്. കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ, അത്ര എനിക്കറിയാം. പിന്നെ വീണ്ടും ഒന്നുകൂടെ പറയണം, കർത്താവേ, എനിക്ക് ഒരു കാര്യം കൂടി അറിയാം, നീ എൻ്റെ രക്ഷകനാണ്. എൻ്റെ പാപം പോക്കാൻ നീ ക്രൂശിൽ മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. മതി. കർത്താവിന് സ്തോത്രം. വീണ്ടും പറയുന്നു, ഒരു കാര്യം കൂടി, കർത്താവ്, ഒരു കാര്യം കൂടി എനിക്കറിയാം, നീ ക്രൂശിൽ മരിച്ചെങ്കിലും തീർന്നു പോയില്ല, നീ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു കാര്യം കൊണ്ട് എനിക്കറിയാം, കർത്താവേ, നീ വീണ്ടും വരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകുന്നുണ്ടോ? ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം, ജയിച്ചു മുന്നേറാം.
കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തു ജീവിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന് നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ യേശു ക്രിസ്തു നിങ്ങളുടെ അരിയിലേക്ക് വരുന്നു. മോളെ, നിൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ മാറ്റാൻ യേശു നിൻ്റെ അരിയിലേക്ക് വരുന്നു. യൗവനക്കാരാ, നിൻ്റെ ജീവിതം വഴിതെറ്റി പോകുമ്പോൾ നിന്നെ നേർവഴിയിലേക്ക് തിരിച്ചുവിടാൻ യേശു അതിൻ്റെ അരിയിലേക്ക് വരുന്നു. യേശുവിനെ നീ കാണുക. യേശു ക്രിസ്തു ജീവിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അവസാനത്തെ വാക്യം ഇതാണ്: ഇതാ ഞാൻ വേഗം വരുന്നു. ഇറ്റ്സ് എ പ്രോമിസ്. അതൊരു വാഗ്ദത്തമാണ്. പ്രോമിസ്, വാഗ്ദത്തം തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രോമിസ് നിങ്ങൾ ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് പ്രയർ, പ്രാർത്ഥന. കർത്താവായ യേശുവേ വേഗം വരയണമേ. പ്രാർത്ഥന, പ്രോമിസ്, പ്രയർ ആൻഡ് ദെൻ പ്രൊവിഷൻ. ദൈവത്തിൻ്റെ കരുതൽ. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രോമിസ്, പ്രയർ ആൻഡ് പ്രൊവിഷൻ. നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് ഒരു വാക്ക് പറയണം: കർത്താവേ, എനിക്ക് നീ വാഗ്ദത്തം തന്നു. കർത്താവേ, ആ വാഗ്ദത്തം ഇതുവരെയും കൈക്കൊണ്ടില്ലായിരുന്നു. നീ എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഞാൻ സ്വീകരിച്ചില്ലായിരുന്നു. ഞാൻ പിന്നെയും നിരാശനായി അന്തർമുഖനായിരുന്നു പോയി. ഞാൻ താണവനായി ഇരുന്നു പോയി. ക്ഷമിക്കണം കർത്താവേ. നീ എനിക്ക് എല്ലാ വാഗ്ദത്തം തന്നു, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. കർത്താവേ, അത് മാത്രമല്ല, എനിക്ക് എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനോട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരയണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആശീർവാദം, ആശിസ്, ഒരു പ്രൊവിഷൻ തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുവിടുക. പ്രോമിസ് ഉണ്ട്, പ്രയറുണ്ട്, പ്രൊവിഷനുണ്ട്. കർത്താവേ, ഇതെല്ലാം നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി നിത്യനായ ദൈവം എല്ലാം കരുതി വച്ചിരിക്കുന്നു. നിത്യോന്നതനായ ദൈവം, ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമായ ദൈവം എനിക്ക് വേണ്ടി എല്ലാം കരുതി വച്ചിരിക്കുന്നല്ലോ. നാഥ, ഞാനിതാ നിൻ്റെ തിരുമുമ്പാകെ വന്ന് വിനയത്തോടെ ഞാൻ മുട്ടുമുടക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ തൃക്കരം വയ്ക്കണമേ. ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഭാവി ശോഭനമാക്കണമേ. എൻ്റെ ഡിപ്രഷൻസ് മാറ്റണമേ. എൻ്റെ നിരാശകൾ മാറ്റണമേ. കർത്താവേ, ഹൃദയത്തിലുള്ളതായ ഫ്രസ്ട്രേഷൻസ് മാറ്റി തരണമേ. എൻ്റെ ഹൃദയത്തിലുള്ളതായ നൈരാശ്യങ്ങൾ മാറ്റി തരണമേ. എൻ്റെ ഹൃദയത്തിലെ എല്ലാ തിന്മകളും മാറ്റി തരണമേ. എല്ലാ പാപങ്ങളും മാറ്റി തരണമേ. യേശുവേ, നീ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എന്നെ ഇന്ന് കഴുകണമേ. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അവിടുത്തെ കൃപ ഞങ്ങളെ സന്ധിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും കൃപയിൽ കാത്തതിനായി സ്തോത്രം. ദൂതന്മാർക്ക് അവരായി നിന്നതിനായി സ്തോത്രം. അവിടെ സ്വർഗീയ സ്നേഹം ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാൻ നൽവർ ഞങ്ങളുടെ മേൽ ഒഴുക്കിയതിനായി സ്തോത്രം. എല്ലാവരെയും നന്മ കൊണ്ട് നിറയ്ക്കണമേ. ശോഭനമായ ഭാവി തരണമേ. എല്ലാ നന്മകളാലും നിറച്ച് രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.